ഈ RSS ഇത്രമാത്രം മോശമായ ഒരു സംഭവമാണെന്ന് അമേരിക്ക ജനതയ്ക്കിടയ്ക്ക്, പ്രത്യേകിച്ച് അവിടെ ഹാർഡ് കോർ ആയിട്ടുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അത് വന്നു കഴിഞ്ഞപ്പോൾ അത് അമേരിക്കൻ കോൺഗ്രസിനെ, അവിടെ സെനറ്റ് അംഗങ്ങളും അവിടുത്തെ പൊളിറ്റീഷ്യൻസിനും അത് നിരന്തരമായിട്ട് പറയാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ടെക്സാസിലൊക്കെ ഹനുമാൻ ക്ഷേത്രത്തിനെതിരെയും അവിടെയുള്ള പല ഹിന്ദു സംഘടനയ്ക്കും ദീപാവലിക്കെതിരെയും ഒക്കെ ഭയങ്കരമായ രൂക്ഷമായ ക്രിറ്റിസിസം ഉണ്ടായത്. അത് ഫർദറായിട്ട് കാനഡയിലോട്ടും പോയി, മറ്റുള്ള രാജ്യങ്ങളിലോട്ടും പോയി. ഇതാണ് സംഭവം. ഇതാണ് ആ രാജ്യത്തിൻ്റെ പ്രത്യേകത. അപ്പം അതും മാറ്റാൻ വേണ്ടി അതായത് മേക്ക് ഓവർ എടുത്താൻ വേണ്ടിയാണ് RSS ശ്രമിക്കുന്നത്. അത് ഇവിടെ പറയുന്നത് 100ാമത്തെ വാർഷികം അനുബന്ധിച്ച് അവർക്കെതിരെയുള്ള തെറ്റായ ഇമേജുകൾ മാറ്റാൻ വേണ്ടിയാണ് അമേരിക്കൻ ലോബിയിസ്റ്റിൻ്റെ മുമ്പിൽ പോയിരിക്കുന്നത്. അവർ പറഞ്ഞിട്ടില്ല, അവർ നേരിട്ടാണ് സൈൻ ചെയ്തത്. പക്ഷേ അവരുടെ അഫിലിയേറ്റഡ് ഓർഗനൈസേഷനാണ് ഈ പറയുന്ന ലോബിയിസ്റ്റ് ഗ്രൂപ്പുമായിട്ട് സൈൻ ചെയ്യുന്നത്. മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. അത് മറ്റൊരു ലോബിയിസ്റ്റ് ഗ്രൂപ്പുമായിട്ട് പാകിസ്ഥാൻ സൈൻ ചെയ്തു ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം. അതിനുശേഷമാണ് 3 പ്രാവശ്യം ഈ അസിം മുനീർ അമേരിക്കയിൽ പോകുന്ന ഇന്ത്യയുടെ ആ റോള് പതുക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഇന്ത്യക്കെതിരെ 50% ടാരിഫ് എന്ന് പാകിസ്ഥാനെ പിടിച്ചടിപ്പിച്ചത്. ഇതിനകത്തൊരു ഗെയിമുണ്ട്. ഇത് നിങ്ങൾ ഈ കാണുന്ന ഈ ഗെയിം മാത്രമല്ല, ഈ ഗെയിം ഇതിൻ്റെ ഭാഗമായിട്ട് കയറി വരും. എന്നാൽ ശത്രുവിനെ എടുത്ത് അകത്ത് വെക്കാൻ നിങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്താം. അതിനെപ്പറ്റി ന്യൂയോർക്ക് ടൈംസ് ഇൻ ഡീറ്റെയിൽ ആയിട്ടൊരു റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ്. അപ്പം അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണുമ്പോഴും അത് എടുത്ത് വായിക്കുമ്പോഴും മനസ്സിലാക്കാം ഏത് രീതിയിലാണ് അമേരിക്ക പാകിസ്ഥാനെ കയറ്റിയതിൻ്റെ പിറകിലുള്ള കാര്യം. അതായത് മോദിയും ട്രംപും അടിയും അതിൻ്റെ പുറകിൽ തന്നെ മറ്റു പല ഘടകങ്ങളൂടെ കയറി വന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടാരിഫ് കൊടുക്കുന്ന രാജ്യമായിട്ട് പെട്ടെന്ന് ആ ബന്ധം മാറി മോഡിയുടെ തലയിൽ വെച്ച് കൊടുക്കും. അപ്പം ഇതൊക്കെ മാറ്റിയെടുക്കുന്നതിൻ്റെ ഭാഗമായി ഡാമേജ് കൺട്രോൾ അത് മാറ്റിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് RSS തന്നെ ഇനിഷ്യേറ്റീവ് ചെയ്തിട്ട് ഈ സംഭവങ്ങൾ തുടങ്ങിയിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പറയുന്നത്, RSS ലീഡേഴ്സ് പറയുന്നത്, അവർ ക്രിസ്ത്യാനിക്ക് ഹിന്ദുക്കൾക്ക് എതിരെ, ക്രൈസ്തവർക്ക് മുസ്ലിങ്ങൾക്ക് എതിരെയല്ല, അവരെല്ലാം ഇന്ത്യക്കാരുടെ കൂടെയാണ്. സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗം ഇതാണ്.